ഹായ് ഗായ്സ്, നമ്മുടെ അവസാനത്തെ ടോപ്പിക്കാണ് മൈക്രോ ഗ്രൈൻഡിങ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. നമുക്ക് ആക്ച്വലി നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള കട്ടിംഗ് മെഷീൻസുകളിൽ നിന്ന് നമുക്ക് അതേ ഇതിൽ തന്നെയാണ് നമ്മൾ ഗ്രൈൻഡിങ് പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ മൈക്രോ ഗ്രൈൻഡിങ്ങിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ മീൻസ് നമുക്ക് കട്ടിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു പ്രോഡക്ട്സിൻ്റെ ഫൈനൽ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക, കട്ട് ചെയ്തിട്ട് നമ്മളൊരു ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഫൈനൽ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാലം നോക്കിയിരുന്ന ടേണിങ് ആയാലും അല്ലെങ്കിൽ മില്ലിംഗ് ആയാലും ഡ്രില്ലിംഗ് ആയാലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സർഫേസ് ഫിനിഷ് കൊണ്ടുവരണം, അല്ലെങ്കിൽ റഫ്നെസ്സിനെ മാറ്റിയിട്ട് നമുക്കൊരു നല്ലൊരു സ്മൂത്ത് ഫിനിഷ്, സോഫ്റ്റ് ഫിനിഷ് നമുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മിറർ ലൈക്ക് ഫിനിഷ് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു പർപ്പസിൽ ഉപയോഗിക്കുന്ന മെഷീനാണ് നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയാം. നമ്മൾ കൺവെൻഷനിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് കൺവെൻഷനലായിട്ട് ലെയ്ത്ത് ഉണ്ട്, മില്ലർ ഉണ്ട്, പ്ലാനർ ഉണ്ട്, അതുപോലെ തന്നെ സ്ലോട്ടർ, ഷേപ്പർ, അതുപോലത്തുള്ള മെഷീൻസ് എല്ലാം നമുക്കുണ്ട്. അതിലെല്ലാം നമ്മൾ ചെയ്തിരുന്നത് ഒരു കട്ടിംഗ് ടൂൾ വെച്ചുകൊണ്ട് നമ്മളൊരു കമ്പോണൻറ്റ് ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മില്ലിങ്ങിൽ നമ്മൾ ഗിയർ കട്ട് ചെയ്തെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രോസസ്സ് അല്ല നമ്മൾ ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക. നമ്മളൊരു സർഫേസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാനും റഫ്നെസ് കുറച്ചുകൊണ്ട് സ്മൂത്ത് ഫിനിഷ് കൊണ്ടുവരാനുമാണ് നമ്മൾ ഗ്രൈൻഡിങ്ങിൽ ചെയ്യാറ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൈക്രോ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊരു സർഫേസ് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള, നല്ലൊരു സർഫേസ് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് മൈക്രോ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പഴയ കൺവെൻഷണൽ ഗ്രൈൻഡിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി പോവാം. നമുക്ക് വീൽസ് വെച്ചിട്ട് അതുപോലെ സ്പിൻഡിൽ വെച്ചിട്ട് നമുക്ക് സർഫേസ് ഗ്രൈൻഡിങ്ങും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇൻറ്റേർണൽ ഡയമീറ്റർ ഗ്രൈൻഡിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സെൻട്രലെസ് ഗ്രൈൻഡിങ്, ഇൻറ്റേർണൽ ഗ്രൈൻഡിങ്, ചക്കിങ് മെഷീൻസ് പറഞ്ഞിട്ടുള്ള ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് പഴയ കൺവെൻഷണൽ ഗ്രൈൻഡിങ്ങിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിലിക്കൺ, അതുപോലെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആയ അലുമിനിയം ഓക്സൈഡ്സ്, സെറാമിക്സ് പോലത്തുള്ള മെറ്റീരിയൽസിലെല്ലാം നമ്മൾ പിന്നെ നമുക്ക് മെംസിൻ്റെ ഒരുപാട് മറ്റ് കമ്പോണൻസുകളുണ്ടല്ലോ, PMMC എന്നൊക്കെ പറയുന്ന ഈ മെഷീൻസിലെല്ലാം നമ്മളൊരു സർഫേസ് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിവിടെ മൈക്രോ ഗ്രൈൻഡിങ്ങിന് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷീൻ സെറ്റപ്പിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇത് പറയാം. നമുക്ക് മെൻസിൽ നമ്മൾ ഒരുപാട്, ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ തൊട്ട് നമ്മൾ ഒരുപാട് മാനുഫാക്ചറിങ് മെത്തേഡ്സുകൾ പഠിക്കുന്ന അല്ലേ. രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിച്ചു, നമുക്ക് ലീഗ പ്രോസസ്സ്, ഫോട്ടോലിത്തോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എച്ചിങ്സ്, നമ്മൾ അങ്ങനത്തെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളിൽ വന്നപ്പോൾ നമ്മൾ നോൺ കൺവെൻഷണലായിട്ട് ഇലക്ട്രോൺ ബീംസ്, ലേസർ ബീംസ്, EDMs, ECMs എന്നെല്ലാം നമ്മൾ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ പഠിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ മൈക്രോ കട്ടിങ്ങിലേക്ക് വന്നത്. എന്തിനാണ് നമ്മൾ മൈക്രോ ഗ്രൈൻഡിങ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇത്രത്തോളം മറ്റ് മെഷീൻസ് എല്ലാം ഉണ്ട്, നമുക്ക് അതിൽ തന്നെ സൂപ്പർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിലേക്ക് നമ്മൾ വരിക, ആക്ച്വലി നമ്മൾ ആ ഒരു പ്രോസസ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മാസ് പ്രൊഡക്ഷനാണ് ഉപയോഗിക്കുക. കാരണം അതിൻ്റെ മെഷീൻ സെറ്റപ്പും അതിൻ്റെ കോസ്റ്റും, അതിൻ്റെ റണ്ണിങ് കോസ്റ്റും, ലേബർ കോസ്റ്റും, സ്കിൽഡ് ലേബറിൻ്റെ ആവശ്യവും, അതുപോലെ തന്നെ നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ്, അതിൽ എനർജി കൺസെപ്ഷൻ, അതെല്ലാം ആലോചിക്കുമ്പോൾ അതിൽ ആ ഒരു മെഷീൻ സെറ്റപ്പിൽ, അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചതായാലും തേർഡ് മോഡ്യൂളിൽ പഠിച്ചതായാലും ആ എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് ഹ്യൂജ് ലോസസ് നമുക്ക് ഉണ്ടാവും ഒരു ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എല്ലാം നമ്മൾ മാസ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഒരു ലോട്ട് പ്രൊഡക്ഷൻസിന് വേണ്ടി മാത്രമേ നമ്മൾ അതിൽ ഉപയോഗിക്കുള്ളൂ. നമുക്കൊരു സിംഗിൾ പ്രൊഡക്റ്റ്, ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് സർഫേസ് ഫിനിഷ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ സർഫേസ് ഫിനിഷ് നമുക്ക് കൊടുക്കണം, മിറർ ഫിനിഷ് കൊടുക്കണം, അങ്ങനത്തെ റഫ്നെസ് മാറ്റി സ്മൂത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഓപ്പറേഷൻസ് പെട്ടെന്ന് 2-3 നമ്മുടെ കയ്യിലുണ്ട്, അതിന് കൊടുക്കണം. അങ്ങനത്തെ ഒരു ഓപ്പറേഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫിനിഷിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന മെഷീനായിട്ടാണ് നമ്മൾ മൈക്രോ ഗ്രൈൻഡിങ്ങിനെ കാണുന്നത്. ആക്ച്വലി നമുക്ക് മറ്റ് മൈക്രോ ഗ്രൈൻഡിങ്ങിലെല്ലാം നമ്മൾ കാണുന്ന ഗ്രൈൻഡിങ് മെഷീൻസ് എല്ലാം എന്ന് പറയുന്നത് മാക്രോ സൈസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ മൈക്രോ ഗ്രൈൻഡിങ്ങിൻ്റെ മെഷീൻ സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ലെയ്ത്തിൻ്റെ, അല്ലെങ്കിൽ CNC ലെയ്ത്തിൻ്റെ ആ ഒരു സെറ്റപ്പിലോ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ്റെ സെറ്റപ്പിലൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് നമുക്ക് ചെയ്യാറ്. സർഫേസ് ഫിനിഷിന് വേണ്ട
നമുക്ക് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ടൂളായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പരന്നിട്ടുള്ള ടൂളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പെൻസിൽ ഗ്രൈൻഡിങ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഡ്രിൽ ബിറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു ടൂളായിട്ടാണ് നമ്മളിവിടെ ഗ്രൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കെന്ന് പറയുന്നത് നാനോ ലെവലിലാണ് ഇതിൻ്റെ ചിപ്പ് നമുക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് നാനോ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോ ലെവലും പോലെ അല്ല, കട്ടിങ് മൈക്രോ ലെവലിൽ തന്നെയാണ്. ചിപ്പ് നമുക്ക് നാനോ ലെവലിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം അത്രയും സർഫേസ് മിനിറ്റ് അത്രയും ചെറിയതാണ്. ഇപ്പോൾ നമ്മൾ ലേത്തിൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈക്രോ സൈസസിൽ നമുക്ക് ചിപ്പ് ഉണ്ടാവും. പക്ഷേ ഇതിലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ പോയിട്ട് ഒന്ന് ഗ്രൈൻഡിങ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, അത്രയും തരി പോലെയുള്ള ഇതിലാണ് നമുക്ക് ചിപ്പ് ഫോർമേഷൻ തന്നെ ഉണ്ടാവുന്നത്. നമുക്ക് ചിലപ്പോൾ കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മൈക്രോ ഗ്രൈൻഡിങ്ങിലും കൂടെ വരുമ്പോൾ നമുക്ക് നാനോ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഒരു മെഷീൻ സെറ്റപ്പാണ്. അപ്പോൾ പെൻസിൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ടൂൾ ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്പിൻഡിൽസ് ആണ് എയർ ടർബൈൻ സ്പിൻഡിൽസ്. അത് ആക്ച്വലി ആ ബിയറിങ് മറ്റു കാര്യങ്ങൾ വരുന്നതാണ്. പിന്നെ സ്പെസിമെൻ ഇവിടെ ഉണ്ട്, ഫിക്സ്ചർ ഉണ്ട്. സ്പെസിമെൻ നമ്മളിത് ചെയ്യാനുള്ള ഫിക്സ്ചർ ഉണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫിക്സ്ചറാണ് ഉപയോഗിക്കുക. വർക്ക് ബെഞ്ച് ഉണ്ട്, ഇവിടെ മൈക്രോസ്കോപ്പ് ഉണ്ട്. കാരണം നമുക്ക് മൈക്രോ ലെവലിലാണ് അല്ലെങ്കിൽ നാനോ ലെവലിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനെ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിരിക്കുന്നത്. ദെൻ ഇതിന് ഇപ്പോൾ ഓർഡിനറി നമ്മുടെ ഗ്രൈൻഡിങ് മെഷീനിലുള്ള പോലെ തന്നെ നമുക്ക് ഫ്ലൂയിഡ്സ് ഉണ്ട്. കാരണം ഇത് ഹീറ്റ് ആകുമ്പോൾ നമുക്ക് അതിനെ കൂൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കൂളൻ്റ് ഫ്ലൂയിഡ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു സെറ്റപ്പുകളാണ് നമ്മളിവിടെ ഇനി നോക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. സോ ഇതാണ് ടൂള്. നമുക്ക് സ്ട്രെയിറ്റ് ടൂൾ ഉണ്ട്, ടാപ്പേർഡ് ടൂൾ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഷേപ്പ്ഡ് ടൂൾസ് ഈ രീതിയിൽ. കാരണം ഇതെല്ലാം സ്കാൻഡ് ഇമേജ് ആണ്, കാരണം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അത്രയും നമുക്ക് സൈസസ് അത്രയും ചെറുതാണ് നമ്മുടെ ടൂളിൻ്റെ സൈസസ് എന്ന് പറയുന്നത്. ഈ ടിപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 13 മൈക്രോമീറ്റർ തൊട്ട് 100 മൈക്രോമീറ്റർ വരെയും അതിൻ്റെ ടിപ്പിൻ്റെ ഡയമീറ്റർ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈസ് നമുക്ക് നേരിൽ കണ്ണിൽ കാണാൻ പറ്റാത്തതും നമ്മളിങ്ങനെ സ്കാൻഡ് ഇമേജ് ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഉണ്ടാവുക. ഈ ഒരു ടിപ്പിൽ നമുക്ക് അത്രയും സൈസിലുള്ള എഡ്ജസ് ആണ് നമ്മുടെ അതിൽ ഉണ്ടാവുക. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ടൂളിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഡയമണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ഡയമണ്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സർഫേസസ് മീൻസ് നമുക്ക് നമ്മുടെ ടങ്സ്റ്റൺ കാർബൈഡ് ടൂളിൻ്റെ സർഫേസിൽ എഡ്ജസിൽ നമ്മുടെ ആ ടിപ്പ് എന്ന് പറയുന്നത് ആ ടിപ്പിൻ്റെ ഭാഗത്ത് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്തുകൊണ്ട് ഡയമണ്ടിൻ്റെ ഗ്രെയിൻസ്, ഡയമണ്ട് പൊടികൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ടിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ സൈസ് 13 മൈക്രോമീറ്റർ തൊട്ട് 100 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക്. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ടുള്ള നമ്മുടെ മൈക്രോ ഗ്രൈൻഡിങ്ങിൻ്റെ ആ മെഷീൻ സെറ്റപ്പിൽ നമുക്ക് ഏകദേശം സ്പിൻഡിൽ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ RPM എന്ന് പറഞ്ഞാൽ 60,000 RPM ആണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 1 മൈക്രോമീറ്റർ പൊസിഷണൽ അക്യൂറസി കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൽ പൊസിഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഇതുമായിട്ട് പൊസിഷൻ ചെയ്യുമ്പോഴുള്ള അക്യൂറസി 1 മൈക്രോമീറ്റർ വരേക്കും 20 നാനോമീറ്റർ വരേക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മെഷീൻ സെറ്റപ്പ് ഇരിക്കുന്നത്. സോ അത്രത്തോളം നമുക്ക് മെഷീൻ അക്യൂറസി മീൻസ് പ്രിസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മൈക്രോ ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓർഡിനറി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനോ ഒരിക്കലും എന്താ പറയുക, നമുക്ക് സാധാരണ കട്ടിങ്ങിനൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, ഫിനിഷിംഗ് പ്രോസസ്സിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഈ ടിപ്പിനെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ടിപ്പിൽ കുറേ ഗ്രെയിൻസ് കാണുന്നുണ്ട്. ഈ ഗ്രെയിൻസ് ആണ് ഡയമണ്ട് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡയമണ്ടാണ് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം ഇതിൻ്റെ സർഫേസിൽ നമ്മൾ ഗ്രൈൻഡിങ് മീൻസ് ഡയമണ്ട് നമ്മൾ ഗ്രെയിൻസ് ഇതിലേക്ക് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി അതിൻ്റെ കമ്പാരിസനാണ് മാക്രോ ഗ്രൈൻഡിങ്ങിലും മൈക്രോ ഗ്രൈൻഡിങ്ങിലും ഉള്ള ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളതൊക്കെയാണ്. 0.1 to 1 മൈക്രോമീറ്റർ വരെയും ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റും. അതേപോലെ പ്ലവിങ് എഫക്റ്റ്, അതുപോലെ ഫ്രിക്ഷൻസ്, ഏതൊക്കെ ഫ്രിക്ഷൻസ് ആണ് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാക്രോ ഗ്രൈൻഡിങ്ങിൽ കോളം ഫ്രിക്ഷനും മറ്റേതിൽ നമുക്ക് പ്ലവിങ് ഫ്രിക്ഷനും കൂടെ ഉണ്ടാവും. കോളം ഫ്രിക്ഷൻ്റെ കൂടെ കോളം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സർഫേസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസും പ്ലവിങ് ഫ്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ, കാരണം നമ്മളിവിടെ മൈക്രോ ലെവലിലാണ് നാനോ ലെവലിലാണ് മൈക്രോ ഗ്രൈൻഡിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ അല്ലെങ്കിൽ
നമ്മൾ മെറ്റലർജി പഠിച്ചില്ലേ, നമ്മൾ ഗ്രെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഇത് തമ്മിൽ 2 ഗ്രെയിൻസുകൾ തമ്മിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് പ്ലവിങ് ഫ്രിക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ മൈക്രോ ഗ്രൈൻഡിങ്ങിൽ ആ രീതിയിൽ ഉണ്ടാവും. കാരണം ആ ഒരു മൈക്രോ ലെവൽ കട്ടിംഗ് ആണ്, ഗ്രെയിൻസിനെയാണ് നമ്മൾ കളയുന്നത്. നമ്മൾ അപ്പോൾ ആ നാനോ ലെവലാണ് ചിപ്പ് ഉണ്ടാവുക നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്രെയിൻസ് തമ്മിൽ ആ ഒരു ഫ്രിക്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ പ്ലവിങ് ഫ്രിക്ഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്. പിന്നെ ഈ താഴെയുള്ള പാരാമീറ്റേഴ്സ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇതൊരിക്കലും ഫൈനൽ അല്ല, കാരണം ഇത് വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു 2 രീതി ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സോ അതിൻ്റെ സെറ്റപ്പാണ്. മെഷീൻ സെറ്റപ്പ് ഓൾറെഡി നമ്മൾ കണ്ടു. 3 ആക്സിസ് പോലുള്ള മെഷീൻസ് ആണ്. 3 ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ Z ആക്സിസ്, Y ആക്സിസ്, X ആക്സിസ് എന്നുള്ള രീതിയിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂളിൻ്റെ മൂവ്മെൻ്റ് ഉള്ള ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ഒരു ക്യാമറ മോഡ്യൂൾ ഉണ്ടാവും. ആ ക്യാമറ മോഡ്യൂളാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ വീക്ഷിച്ചുകൊണ്ട് കട്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയുന്നു. ഓക്കെ, ഇനി ഈ ടൂൾ കട്ട് ചെയ്യുന്നത് EDM വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ആ ടൂളിൻ്റെ ആ സൈസിലേക്ക് മൈക്രോ സൈസിൽ കട്ട് ചെയ്യുന്നത് മൈക്രോ EDM വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ടൂളിനെ കട്ട് ചെയ്യാറ്. ഓക്കെ, ദെൻ അതിൻ്റെ ടൂൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിലിണ്ടറിക്കൽ കാർബൈഡ് ടൂളാണ് വിത്ത് നിക്കൽ ആൻഡ് ഡയമണ്ട് ഗ്രെയിൻസ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. മാക്സിമം ഡയമണ്ട് ഗ്രെയിൻസ് ആണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇനി അതിൻ്റെ കൂളൻ്റ്, കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റോ റിയോളജിക്കൽ ഫ്ലൂയിഡാണ്. പാരഫിൻ ഓയിൽ നമുക്ക് ഇതിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഗ്ലാസസ് നമുക്ക് കട്ട് ചെയ്യാം, സിലിക്കൺ നമുക്ക് കട്ട് ചെയ്യാം, അലുമിനിയത്തിൻ്റെ 6061 എന്ന് പറയുന്നുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ 6061 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡുള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അലുമിനിയം ഓക്സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോ ഇത്രത്തോളം വൈഡ് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ മെംസിൽ ഈ മൈക്രോ ഗ്രൈൻഡിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം മെംസിൽ നമ്മൾ സിലിക്കൺ, ഗ്ലാസ്, ഈ അലുമിനിയം ഓക്സൈഡ് എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷീനിങ് ടൂള് നമ്മൾ മെംസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സോ ഇതിൻ്റെ നോട്ട്സ് ഞാൻ തരാം, ഞാൻ പ്രത്യേകിച്ച് തരാം. ഓക്കെ, സോ ഈ ഫിഗർ വരയ്ക്കാനൊന്നുമില്ല. സോ ഇതിൻ്റെ 2D ഫിഗറൊന്നും നമ്മുടെ കയ്യിലില്ല, കിട്ടാനില്ല. ജസ്റ്റ് അറിഞ്ഞു വെക്കാം. സോ ഈ പാരാമീറ്റേഴ്സ് മാത്രം നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.